ഹലോ. ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോളിംഗ് ഓഫീസർമാരിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള മറ്റൊരു പോളിംഗ് ഓഫീസറാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. പ്രധാനമായിട്ടും 3 ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. അതിലൊന്ന് ഇൻചാർജ് ഓഫ് വോട്ടേഴ്സ് രജിസ്റ്റർ അഥവാ രജിസ്റ്റർ ഓഫ് വോട്ട് ഫോം നമ്പർ 21A തയ്യാറാക്കി സൂക്ഷിക്കുന്നതിനുള്ള ചുമതല. പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവരുടെ വിവരങ്ങൾ ഈ രജിസ്റ്ററിലാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ എഴുതി സൂക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ഓഫ് വോട്ടിൻ്റെ 1-ാം കോളത്തിൽ ക്രമ നമ്പർ ആദ്യമേ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. 2-ാം കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എഴുതണം. 3-ാം കോളത്തിൽ വോട്ടറുടെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളമാണ് കൊടുക്കേണ്ടത്. ഒപ്പ് ഇടുന്നതിന് രജിസ്റ്റർ ഒരു കാരണവശാലും തിരിച്ചു പിടിക്കേണ്ടതില്ല. 4-ാമത്തെ കോളത്തിൽ റിമാർക്സ് കോളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ മാത്രം അവിടെ നോട്ട് ചെയ്യുക. 2-ാമത്തെ ചുമതല ഇൻചാർജ് ഓഫ് ഇൻഡെലിബിൾ ഇങ്ക് മായ്ക്കാനാകാത്ത മഷിയുടെ അഥവാ ഇൻഡെലിബിൾ ഇങ്കിൻ്റെ ചുമതലയാണ് 2-ാമത്തേത്. വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ നഖം മുതൽ കീഴോട്ട് വിരലിൻ്റെ ആദ്യ മടക്ക് ഭാഗം വരെ മഷി പുരട്ടണം. മഷി പുരട്ടുമ്പോൾ ഒരു കാരണവശാലും വോട്ടറുടെ വിരലിൽ പോളിംഗ് ഓഫീസർ തൊടാൻ പാടില്ല. സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ 3-ാമത്തെ ചുമതല എന്ന് പറയുന്നത് ഇൻചാർജ് ഓഫ് വോട്ടേഴ്സ് സ്ലിപ്പാണ്. ഇൻചാർജ് ഓഫ് വോട്ടേഴ്സ് സ്ലിപ്പ്. വോട്ടേഴ്സ് സ്ലിപ്പിന് പ്രധാനമായും 2 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. അതിലാദ്യത്തേത് വോട്ടേഴ്സ് രജിസ്റ്ററിലെ വോട്ടറുടെ ക്രമനമ്പർ, 2 വോട്ടർ പട്ടികയിലെ വോട്ടറുടെ ക്രമനമ്പർ. അതിനുശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസർ താഴെ ഒപ്പ് രേഖപ്പെടുത്തുകയും വേണം. ഏതായാലും പ്രധാനമായും 3 ചുമതലകളാണ് ഇവിടെ സെക്കൻഡ് പോളിംഗ് ഓഫീസർക്കുള്ളത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കേണ്ട പോളിംഗ് ടീമിൻ്റെ കൂടെയുള്ള ഓഫീസറാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. അദ്ദേഹം നിർബന്ധമായും വോട്ടേഴ്സ് രജിസ്റ്റർ, പ്രധാനമായും 3 ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ ഒന്ന് വോട്ടേഴ്സ് രജിസ്റ്ററിൻ്റെ ചുമതല, 2-ാമത്തേത് ഇൻഡെലിബിൾ ഇങ്ക് അഥവാ മായ്ക്കാനാകാത്ത മഷിയുടെ ചുമതല, 3-ാമത്തേത് വോട്ടേഴ്സ് സ്ലിപ്പ് നൽകൽ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന പോളിംഗ് ടീമിലെ ഉദ്യോഗസ്ഥനാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. ഏതായാലും സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലയുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പോളിംഗ് ഓഫീസർമാർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.